ഈശോമിശിഹായിലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹിക്കപ്പെട്ടവരെ, ലോകം മുഴുവനും അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരു കാര്യം പരിശുദ്ധ അമ്മ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അത് കൃപയുടെ മണിക്കൂർ ആചരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തയാണ്. 1946 47 ഇടയ്ക്ക് ഇറ്റലിയിലുള്ള ഇറീന എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ ആ കന്യാസ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് കൃപയുടെ മണിക്കൂർ. അതായത് ഡിസംബർ 8 ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് 1 മണിക്കൂർ നേരം കൃപയുടെ മണിക്കൂറായി ആചരിക്കണമെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. അമ്മ വെളിപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയാണ്: കഠിനപാപികളുടെ മനസ്സിന് മാനസാന്തരം ഉണ്ടാകുവാൻ ആ സമയം ഉപകരിക്കും. ഏതൊരു കാര്യവും, നമ്മൾ ആ സമയത്ത് ചോദിക്കുന്ന ഏതൊരു കാര്യവും എത്ര അസാധ്യമായ കാര്യമാണെങ്കിൽ പോലും ദൈവപിതാവിന് പ്രീതികരണമാണെങ്കിൽ തീർച്ചയായും നമുക്കത് ലഭിക്കും എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ മണിക്കൂറിൻ്റെ തുടക്കത്തിൽ 51-ാം സങ്കീർത്തനം കൈകൾ തുറന്നു പിടിച്ച് 3 തവണ നമ്മൾ ഏറ്റുചൊല്ലണം. അതിനുശേഷമുള്ള സമയം നമുക്കിഷ്ടമുള്ളതുപോലെ ദൈവസന്നിധിയിൽ ചെലവഴിക്കാം. 1 മണിക്കൂർ നേരം നിശബ്ദമായ ആരാധനയിലോ ദൈവവുമായുള്ള സംഭാഷണത്തിലോ അതല്ലെങ്കിൽ ജപമാല ചൊല്ലിക്കൊണ്ടോ ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടോ നമുക്ക് ചെലവഴിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് പരമാവധി ഏറ്റവും മനോഹരമായി ഈ ഒരു മണിക്കൂർ, കൃപയുടെ മണിക്കൂർ ആചരിക്കാൻ ശ്രമിക്കാം. പരിശുദ്ധം പറയുന്നുണ്ട്, നിങ്ങൾ ആ സമയത്ത് ചോദിക്കുന്ന എന്തും എൻ്റെ ദൈവപിതാവിന് പ്രീതികരണമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് കഠിനപാപികൾ, അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റ് നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡിസംബർ 8 ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഏറ്റവും മനോഹരമായി ദൈവകൃപയുടെ ഈ മണിക്കൂർ ആചരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.